നമ്മൾ ആങ്കറിങ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വേദിയിൽ നിൽക്കാനുള്ളൊരു അവസരം തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേദിയിൽ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ വളരെ ബ്ലെസ്ഡ് ആയ ഒരു ചിന്ത എനിക്ക് തോന്നാറുണ്ട്. മാത്രമല്ല ദി എൻറ്റയർ ഫാമിലി നമ്മുടെ കൂടെ മിങ്കിളാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജെല്ലായി പോകുന്നതൊക്കെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ്റെ ഒരു വലിയ അനുഗ്രഹം കൂടെയാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്ര നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലവർ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവരെടുക്കണമെന്നില്ല, നമ്മളെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഓരോരുത്തരും ഓരോ രീതികളാണല്ലോ. അപ്പോൾ ഇതുവരെ നമുക്കതിന് തമ്പുരാൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഓർക്കുകയാണ്. ശരിക്കും ഞാൻ ഓരോ കല്യാണങ്ങളും ഡിഫറെൻ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ, ഡ്രസ്സിങ്, ഓരോരുത്തരുടെ സ്റ്റൈൽ, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റപ്പ് എല്ലാം ഡിഫറെൻ്റാണ്. നമ്മളൊരു കല്യാണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻറ്റയർ ക്രൗഡ് എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും ആ ഒരു ഫങ്ഷനും. ഇവരെ സംബന്ധിച്ച് വളരെ സട്ടിലായി, വളരെ സ്നേഹമുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻപുട്ട് കൊടുത്താൽ അതിന് ഭംഗിയായി ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു എൻറ്റയർ ടീം ആൻഡ് ഗ്രൂപ്പായിരുന്നു. ഇതിലിവിടുത്തെ കേക്ക് കട്ടിങ് നമ്മൾ ഇറ്റാലിയൻ സ്റ്റൈലാണ് കേക്ക് കട്ട് ചെയ്തത്. ഫ്രൂട്ട്സ് എല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മൾ കേക്ക് സ്കൂപ്പ് ചെയ്താണ് എടുത്തത്. അപ്പോൾ എങ്ങനെയാണ്? ബൈ ഫ്രം ജിനിയ ടോണി.